നയപ്രഖ്യാപന പ്രസംഗത്തിലും സർക്കാരുമായി ഇടഞ്ഞതോടെ ഗവർണർക്കെതിരെ നിലപാട് കടുപ്പിച്ച് CPM. നയപ്രഖ്യാപന പ്രസംഗം വെട്ടിച്ചുരുക്കി ഗവർണർ നടത്തിയത് നിലവിട്ട പെരുമാറ്റമാണ്. ഗവർണർ പൊതുവിൽ പെരുമാറേണ്ട രീതിയിലല്ല പെരുമാറിയത്. ഗവർണർ കുറെക്കാലമായി എടുക്കുന്ന നിലപാട് ആ സ്ഥാനത്തിന് യോജിക്കാത്തതാണ്. വീണ്ടും ഗവർണർക്കെതിരെ പ്രത്യക്ഷ സമരം ആലോചിക്കാമെന്നും ഡൽഹിയിലെ സമരം കഴിയട്ടെ എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പറഞ്ഞാൽ ഒരു സാധാരണ ഗവർണർമാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കീഴ്വഴക്കമുണ്ട്. ആ കീഴ്വഴക്കത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സാങ്കേതികമായ ഭരണഘടനാ ബാധ്യത അദ്ദേഹം നിർവഹിച്ചിരിക്കുന്നു എന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. എന്നാൽ ഒരു ഗവർണർ എന്ന നിലയിൽ അവിടെ പൊതുവിൽ പെരുമാറേണ്ട രീതിയിലല്ല അദ്ദേഹം പെരുമാറിയിട്ടുള്ളത്. ഗവർണർ പദവിയുടെ അന്തസ്സിന് യോജിക്കാത്ത രീതിയായിരുന്നു അത് എന്നും അപ്പോൾ നിലവിട്ട പെരുമാറ്റമാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത്. സൈഫ് സൈനുലാബ്ദീൻ കൂടുതൽ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്തും. സൈഫ്, ഇന്നലെ ഈ ഒറ്റ മിനിറ്റിൽ നയപ്രഖ്യാപനവും നടത്തി അസാധാരണ നീക്കത്തിന് ശേഷം ഒരു കടുത്ത പരാമർശമെന്ന പ്രതികരണമോ ഒന്നും CPM നേതാക്കളുടെ ഭാഗത്തുനിന്നോ മന്ത്രിമാരുടെ ഭാഗത്തുനിന്നോ ഇന്നലെ കണ്ടില്ല. ഇന്ന് പക്ഷേ MV ഗോവിന്ദൻ നേരെ തിരിച്ചാണ്. വലിയ ഗൗരവത്തിൽ അതിനെ കാണുന്നുണ്ട് CPM പാർട്ടി എന്നെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാവുകയാണ്. അങ്ങനെയെങ്കിൽ CPM അതിന് ഏതൊക്കെ നിലയിൽ ഇനി മുന്നോട്ടുള്ള സമയങ്ങളിൽ ഏതൊക്കെ രീതിയിൽ കാണാനും അതിനോട് എങ്ങനെയൊക്കെ പ്രതികരിക്കാനുമായിരിക്കും തീരുമാനം, നിലപാട്? സൈഫുദ്ദീൻ ആദ്യം പറഞ്ഞ കാര്യമാണ് ഏറ്റവും പ്രസക്തമായിട്ട് നമുക്ക് തോന്നുന്നത്. കാരണം ഇന്നലെ നയപ്രഖ്യാപന പ്രസംഗം കഴിഞ്ഞതിന് പിന്നാലെ AKG സെന്ററിൽ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നിരുന്നു. ആ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ മുഖ്യമന്ത്രി ചില കാര്യങ്ങൾ വിശദീകരിച്ചു. എന്തുകൊണ്ടാണ് ഗവർണർ അങ്ങനെ ചെയ്തത്? അദ്ദേഹം സത്യപ്രതിജ്ഞാ ചടങ്ങിൽ എത്തിയപ്പോഴും താൻ മിണ്ടാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം തിരികെ മുഖം പോലും തന്നില്ല. പക്ഷേ ഭരണഘടനാ ബാധ്യത നിറവേറ്റി എന്ന് സാങ്കേതികമായി പറയാൻ കഴിയും. അദ്ദേഹം ആദ്യം അവസാനം വായിച്ചപ്പോൾ നിയമസഭാ രേഖകളിൽ അതിന്റെ പൂർണ്ണമായ നയപ്രഖ്യാപന പ്രസംഗം വന്നിട്ടുണ്ട്. അതുകൊണ്ട് വലിയ വിവാദത്തിലേക്ക് പോകേണ്ടതില്ല, ഈ വിവാദം ആളിക്കത്തിക്കേണ്ടതില്ല എന്ന നിലപാടായിരുന്നു CPMന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഉണ്ടായത്. അതിനുശേഷം ആദ്യം ഇറങ്ങി വന്ന മന്ത്രി സജി ചെറിയാൻ പറഞ്ഞ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം എന്നാണ് സൂചിപ്പിച്ചത്. പാർലമെന്ററി കാര്യമന്ത്രി K രാധാകൃഷ്ണൻ സമാനമായ രീതിയിലുള്ള പ്രതികരണം നടത്തി. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഏതെങ്കിലും അതൃപ്തി അവിടെ പ്രകടിപ്പിച്ചതായി തോന്നിയില്ല, ഗവർണർ പ്രകടിപ്പിച്ചതായി തോന്നിയില്ല എന്നുള്ളതായിരുന്നു. മന്ത്രി P രാജീവും പറഞ്ഞത് അദ്ദേഹം സാങ്കേതികമായി അവതരിപ്പിച്ചിട്ടുണ്ട്, നയപ്രഖ്യാപന പ്രസംഗം സഭയുടെ രേഖയിലായി എന്നായിരുന്നു 3 മന്ത്രിമാരുടെയും പ്രതികരണം ഉണ്ടായത്. അതായത് ഗവർണറെ ചൊടിപ്പിക്കേണ്ടതില്ല എന്ന നിലപാട് ഇന്നലെ CPM നേതൃത്വത്തിനും സംസ്ഥാന സർക്കാരിനും ഉണ്ടായിരുന്നു. പക്ഷേ ആ നിലപാട് പൂർണ്ണമായും CPM നേതൃത്വം ഇപ്പോൾ മാറ്റുകയാണ്. അതിനുള്ള കാരണം ഇന്ന് റിപ്പബ്ലിക് ദിന ചടങ്ങിന് വേണ്ടി മുഖ്യമന്ത്രി എത്തുന്നു, ഗവർണർ എത്തുന്നു, മന്ത്രിമാർ 2 പേർ അവിടെയുണ്ട്. മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്ത് വലത് സൈഡിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇരുന്നത്. ഏതാണ്ട് 1.25 മണിക്കൂർ 1 മണിക്കൂർ 20 മിനിറ്റോ ഒക്കെ ഗവർണർ അവിടെ തന്നെ ഉണ്ടായിരുന്നു, മുഖ്യമന്ത്രിയുടെ അടുത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു. പക്ഷെ മുഖ്യമന്ത്രിക്ക് മുഖം കൊടുക്കാനോ മുഖ്യമന്ത്രിയോട് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാനോ പോലും ഗവർണർ തയ്യാറായില്ല. ബാക്കിയുള്ള എല്ലാവരെയും അഭിവാദ്യം ചെയ്തു പോയപ്പോഴും മുഖ്യമന്ത്രിക്ക് മുഖം കൊടുക്കാനോ മുഖ്യമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിക്കാനോ ഒന്നും അദ്ദേഹം തയ്യാറായില്ല. ഈ പശ്ചാത്തലത്തിലാണ് ഗവർണർക്കെതിരായ നിലപാട് ഇന്നലെ തീരുമാനിച്ച പോലെ അങ്ങനെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല, അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല എന്ന ഇന്നലത്തെ നിലപാട് CPM നേതൃത്വം മാറ്റുന്നത്. ഗവർണർക്കെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് CPM നേതൃത്വം ചെയ്തിരിക്കുന്നത്. നിലവിട്ട രീതിയിലാണ് ഗവർണർ ഇടപെടുന്നത്. ആ പദവിയുടെ അന്തസ്സിന് ചേരുന്ന രീതിയിലല്ല ഗവർണറുടെ പ്രവൃത്തി ഉണ്ടായിരുന്നത്. സാങ്കേതികമായിട്ട് അദ്ദേഹം നയപ്രഖ്യാപന പ്രസംഗം വായിച്ചു എന്നത് സത്യമാണ്. പക്ഷേ പൊതുവിൽ പെരുമാറേണ്ട രീതിയിലല്ല ഗവർണറുടെ പെരുമാറ്റം ഉണ്ടായത് എന്ന് CPM നേതൃത്വം പറയുക വഴി ഇന്നലെ ഉണ്ടായിരുന്ന തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോയിക്കൊണ്ട് ഗവർണർക്കെതിരായ നിലപാട്, വിമർശനങ്ങൾ, രാഷ്ട്രീയ വിമർശനങ്ങൾ അതിശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ CPM നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനം വിളിച്ച് തന്നെ ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അത് കൃത്യമായി പറയാൻ കാര്യം മാധ്യമപ്രവർത്തകരുടെ ഏതെങ്കിലും ചോദ്യത്തിന് ശേഷമല്ല ഗവർണറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ CPMന്റെ സംസ്ഥാന സെക്രട്ടറി വിശദീകരിക്കുന്നത്. 2-3 കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. കേന്ദ്രത്തിന് എതിരെ നടക്കുന്ന സമരം അടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് മൂന്നാമത്തെ വിഷയമായി ഗവർണറുടെ ഈ നിലപാട് തന്നെ CPM നേതൃത്വം പറയുക വഴി തങ്ങൾക്ക് ഗവർണർ ഈ കാണിക്കുന്ന പ്രവൃത്തിയോട് ഏതെങ്കിലും തരത്തിൽ യോജിപ്പില്ല, അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന കർശനമായ നിലപാടിലേക്ക് CPM നേതൃത്വം എത്തിച്ചേർന്നിരിക്കുകയാണ്. അതാണ് നമുക്ക് അദ്ദേഹത്തിന്റെ വിമർശനത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിന് ഈ ഗവർണർക്കെതിരെ നേരത്തെ പ്രത്യക്ഷ സമരം CPM നേതൃത്വം ഇടതുമുന്നണിയുമെല്ലാം
നടത്തിയതാണ്. ഇനി പ്രത്യക്ഷ സമരത്തിലേക്ക് പോകുമോ എന്ന് ചോദിച്ചപ്പോൾ ഡൽഹിയിലെ സമരം കഴിയട്ടെ, അതിനെക്കുറിച്ച് പിന്നീട് ആലോചിക്കാം എന്ന മറുപടിയും CPM നേതൃത്വം നൽകുന്നുണ്ട്. അങ്ങനെ ഗവർണർക്കെതിരായ പ്രതിഷേധത്തിൽ നിന്ന് കുറച്ച് അയവ് വന്നിട്ടുണ്ടെങ്കിലും അത് ഇനി അങ്ങനെ വേണ്ട. ഗവർണറെ രാഷ്ട്രീയമായി വിമർശിക്കേണ്ട ഘട്ടങ്ങളിൽ രാഷ്ട്രീയ വിമർശനം ഉയർത്തുക, പ്രതിഷേധിക്കേണ്ട സമയങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിക്കുക, അങ്ങനെ ഒരു നിലപാടിലേക്ക് CPM രാഷ്ട്രീയമായ വിമർശനങ്ങൾ